ഒന്ന് ദിനവൃത്താന്തം 17-ാം അധ്യായം. ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്ക് നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടുകൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും, നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ വൃദ്ധനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തുനിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരു ആലയം പണിയും. ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻ വാഴ്ചക്കാരോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവൻ്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട്, യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് ഇനി എന്ത് പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. യഹോവേ, അടിയൻ നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ച് ഈ വൻകാര്യമെല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവികൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രയീമിൽ നിന്ന് നീ ഉദ്ധരിച്ച് നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളകയിൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തമായി വീണ്ടെടുത്ത് നിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ. നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ചും അരുളി ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു. ഇസ്രായേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അതെന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. ദിനവൃത്താന്തം 18-ാം അധ്യായം.
അതിനുശേഷം ദാവീദ് ഫിലിസ്തരെ തോൽപ്പിച്ച് അടക്കി. ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫിലിസ്തരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബ്യർ ദാവീദിനെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. സോബ രാജാവായ ഹദദേസർ ഫ്രാത്ത് നദീതീരത്തിങ്കൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. ദാവീദ് അവയിൽ 100 രഥക്കുതിരകളെ വച്ചുകൊണ്ട് ശേഷം രഥക്കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബ രാജാവ് ഹദദേസറിനെ സഹായിപ്പാൻ ദമ്മേശേക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 20,000 പേരെ നിഗ്രഹിച്ചു. പിന്നെ ദാവീദ് ദമ്മേശേക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദ് ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസറിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിന്റെ പട്ടണങ്ങളായ തിബ്ഹാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു. അതുകൊണ്ട് ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി. എന്നാൽ ദാവീദ് സോബ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ഹമാത്ത് രാജാവായ തോവ് കണ്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസറിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തൻ്റെ മകനായ ഹദോരാമിനെ അയച്ചു. ഹദദേസരും തോവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. അവൻ പൊന്ന്, വെള്ളി, താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു. ദാവീദ് രാജാവ് അവയെ താൻ ഏദോം, മോവാബ്, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. സെരൂയിയുടെ മകനായ അബീഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് ഏദോമിരിൽ 18,000 പേരെ സംഹരിച്ചു. ദാവീദ് ഏദോമിൽ കാവൽ പട്ടാളക്കളെ ആക്കി. ഏദോമ്യർ എല്ലാവരും അവന് ദാസന്മാരായി തീർന്നു. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിലും രാജാവായി വാണു. തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി വന്നു. സെരൂയിയുടെ മകനായ യോവാബ് സേനാധിപതിയായിരുന്നു. അഹിയൂദിനെ മകനായ യഹോഷഫാത്ത് മന്ത്രിയും അഹീതൂബിന്റെ മകനായ സാദോക്കും അബ്യാഥാരിന്റെ മകനായ അഹീമേലെക്കും പുരോഹിതന്മാരും ശവ്ഷ രായസക്കാരനും യഹോയാദയുടെ മകനായ ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയുമായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു. വൃത്താന്തം 19-ാം അധ്യായം. അതിനുശേഷം അമ്മോന്യരുടെ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ്, നാഹാഷ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവന്റെ മകനായ ഹാനൂന് ഞാനും ദയ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനൂന്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനുമല്ലയോ അവന്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. ചിലർ ചെന്ന് ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കിയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ എരീഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവിൻ എന്ന് രാജാവ് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പായി എന്ന് അമ്മോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമ്മോന്യരും മെസൊപ്പൊത്തോമിയയിൽ നിന്നും മയഖയോട് ചേർന്ന് അരാമയിൽ നിന്ന് സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. അവർ 30,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവന്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവൻ വന്ന് മെദെയ്ക്ക് മുമ്പിൽ പാളയമിറങ്ങി. അമ്മോന്യരും അവരുടെ പാളയങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ട് ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരായ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യർ പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ പടയ്ക്ക് അണിനിരന്നിരുന്നു. വന്ന് രാജാക്കന്മാരോ തനിച്ച് വെളിപ്രദേശത്തായിരുന്നു. മുമ്പിലും പിൻപിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് അരാമ്യർക്കെതിരെ അണിനിരത്തി. ശേഷം പടജനത്തെ അവൻ തന്റെ സഹോദരനായ അബീഷായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യർക്കെതിരെ അണിനിരന്നു. പിന്നെ അവൻ, അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കാം.
നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അതുപോലെ അവൻ്റെ സഹോദരനായ അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് യെരൂശലേമിലേക്ക് പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ച് നദിക്ക് അക്കരെയുള്ള അരാമ്യരെ വരുത്തി. യേസുരന്റെ സേനാധിപതിയായ ഷോഫക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടി യോർദാൻ കടന്ന് അവർക്കെതിരെ ചെന്ന് അവരുടെ നേരെ അണിനിരത്തി. ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റു, യുദ്ധം ചെയ്തു. എന്നാൽ അരാമ്യർ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഓടി. ദാവീദ് അരാമ്യരിൽ 7000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാധിപതിയായ ഷോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേശന്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. അമ്മോന്യരെ സഹായിപ്പാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല. ദിനവൃത്താന്തം 20-ാം അധ്യായം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോടെ പുറപ്പെട്ട് അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബായെ വളഞ്ഞു. ദാവീദ് യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ് രബ്ബായെ പിടിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്ന് എടുത്തു. അവൻ അതിൻ്റെ തൂക്കം 1 താലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിൽ രത്നങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിൻ്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുവന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി. ഇങ്ങനെ ദാവീദ് അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദ് സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിനുശേഷം ഗെസേരിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹൂഷാത്തിനായ സിബഗായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധം ഉണ്ടായപ്പോൾ യായീരിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാദിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു. അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ ആയിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായകനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. അവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമെയിയുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു. അവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവർ ആയിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കയ്യാൽ പട്ടുപോയി. ദിനവൃത്താന്തം 21-ാം അധ്യായം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർഷേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എൻ്റെ യജമാനായ രാജാവേ, അവരൊക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിന് കാരണമായി തീരുവാൻ എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രായേലിലും കൂടി സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് തൻ്റെ ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളെല്ലാം കൂടി 11 ലക്ഷം പേർ. യഹൂദയിൽ ആയുധപാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിൻ്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അവയിൽ 1 തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ നിന്റെ ശത്രുക്കളുടെ വാളാൽ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളെ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ 1 തിരഞ്ഞെടുത്തു കൊള്ളുക.
എന്നെ അയച്ചവനോട് ഞാൻ എന്തോ ഒരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ. മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രയേലിൽ മേൽ മഹാമാരി അയച്ചു. ഇസ്രയേലിൽ 70,000 പേർ വീണുപോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിനൊരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശക ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസിനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി നോക്കി. യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരൂശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ടും ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദ് മൂപ്പന്മാരും രട്ടെടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേൽ അല്ല, എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസിനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞു ദൂതനെ കണ്ടു. തൻ്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ട് കളത്തിൽ നിന്ന് പുറത്തു വന്ന് ദാവീദിന് മുമ്പ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരയണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അതെടുത്തുകൊള്ളുക, യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും. ഇതാ, ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു. എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല. ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമയാഗപീഠത്തിന്മേൽ തീയിറക്കി അവൻ ഉത്തരം അരുളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിൽ ആയിരുന്നു. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചൊല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രയേലിലെ ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രയേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ദാവീദ് പടിവാതിൽ കതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കിവെച്ചു. സീദോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായമുള്ളവൻ ആകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടി എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. അവൻ തൻ്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രായേലിലെ ദൈവമായ യഹോവയ്ക്കൊരു ആലയം പണിയുവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലൊരു ആലയം പണിയുവാൻ താല്പര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ നാമത്തിനൊരു ആലയം പണിയരുത്. നീ എൻ്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും. അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവൻ്റെ പേര് ശലോമോൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ഞാൻ ഇസ്രയേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. ഇസ്രയേലിൽ അവൻ്റെ രാജാസനം
ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. ആകയാൽ എൻ്റെ മകനെ, യഹോവ നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവൻ്റെ ആലയം പണിക. നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിനെ നിയമിക്കുമാറാകട്ടെ. യഹോവ ഇസ്രായേലിനു വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഇതാ, ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്ക് ഇനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശല പണിക്കാരും ഉണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ചു പ്രവർത്തിച്ചുകൊള്ളുക. യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദ് ഇസ്രായേലിലെ സകല പ്രഭുക്കന്മാരോടും തൻ്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദേശം യഹോവയ്ക്കും അവൻ്റെ ജനത്തിനും കീഴടക്കിയുമിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയം മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പിൻ. എഴുന്നേൽപ്പിൻ. യഹോവയുടെ നിയമപെട്ടകവും ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവിൻ.